വെൽക്കം യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്നേഹിക്കുന്നു. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ പ്രിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, ഇന്നീ സമയങ്ങളിൽ ഞങ്ങളങ്ങേ ആരാധിക്കാനായിട്ട് വരുമ്പോൾ, ഞങ്ങളങ്ങേ സ്നേഹിക്കാനായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കതിനുള്ള കഴിവില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ നല്ല യേശുവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തെ പാടുവാൻ ഞങ്ങൾക്ക് ഇന്നൊരവസരം തന്നതിനായി, അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ വീണ്ടും വലിച്ചു കൊണ്ടുപോയതിനായി ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്ന് ഈ സമയങ്ങളിൽ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളുടെ അകത്തൊരു പുതിയ തുടക്കം നൽകണമേ. അവരായിരിക്കുന്ന മുറിക്കകത്ത് എല്ലാ നിരാശയുടെ അനുഭവങ്ങളും മാറ്റി ഒരു വെളിച്ചത്തിൻ്റെ അനുഭവം നൽകണമേ. ഇരുട്ടിൽ വസിച്ചിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് അങ്ങയെ പറ്റി പറയുന്നുവല്ലോ. ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ആരെങ്കിലും ഇരുട്ടിലാണെങ്കിൽ അങ്ങയുടെ സ്നേഹമാകുന്ന വെളിച്ചം കൊണ്ട് അവരെ നയിക്കണമേ. അങ്ങയുടെ സ്നേഹമാകുന്ന വെളിച്ചം കൊണ്ട് നയിക്കണമേ. സാന്നിധ്യം മതി നാഥാനി, സാന്നിധ്യം മതി നാഥാനി, സാന്നിധ്യം മതി നാഥാനി, സാന്നിധ്യം മതി. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ സ്നേഹത്തിലേക്കൊന്ന് വരുന്നു. അങ്ങയുടെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല, ഒരു നാളും ഞാൻ അവനെ തള്ളിക്കളയുകയില്ല. കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കുറവുകളോടെ, ഞങ്ങളുടെ ബലഹീനതകളോടെ തന്നെ വരുന്നു. ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളോട് കൂടെ തന്നെ വരുന്നു. കാരണം ഈ ഉലകത്തിൽ ഞങ്ങളായി അംഗീകരിച്ച ഒരൊറ്റൊരാൾ അത് അങ്ങാണല്ലോ. ഈ ലോകത്ത് മറ്റെല്ലാവരും ഞങ്ങളുടെ നല്ലത് കണ്ട് ഞങ്ങളുടെ കൂടെ നടന്നപ്പോൾ, ഞങ്ങളുടെ നല്ല സ്വഭാവം കണ്ട് ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ, ഞങ്ങളിലുള്ള എന്തെങ്കിലും ക്വാളിറ്റി കണ്ട് ഞങ്ങളെ പിടിച്ചു നിർത്തിയപ്പോൾ, ഞങ്ങളിലെ ഒന്നുമില്ലായ്മ കണ്ട്, ഞങ്ങളുടെ കുറവ് കണ്ട്, ഞങ്ങളുടെ നിരാശ കണ്ട്, ഞങ്ങളിലെ പരാജയത്തെ കണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നിർത്തി ഒരാൾ അങ്ങാണല്ലോ യേശുവേ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു യേശുവേ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. നാഥാനിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു വിരുദ്ധമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി.
ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ദുഃഖം, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിരാശകൾ, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതെ പോയ അവസരങ്ങൾ, അതെല്ലാം വേദന ഉണ്ടെങ്കിലും പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങിലേക്ക് വരുവാൻ അതൊരു നിമിത്തമായെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് അങ്ങയുടെ സ്നേഹത്തിലേക്ക് വരുവാൻ അതൊരു കാരണമായെന്ന് ഞങ്ങൾ അറിയുന്നു. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കർത്താവേ, നിന്നെ ഞങ്ങൾ മിസ് ചെയ്തേനെ പിതാവേ. അന്ന് അങ്ങനെ ഞങ്ങൾക്ക് അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയത്തില്ലായിരുന്നു പിതാവേ. അന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങയുടെ സാന്നിധ്യവും ഇടപെടലും വരുവാൻ തക്ക വിധം ആ ബ്രോക്കൺനെസ് ഇല്ലായിരുന്നെങ്കിൽ പിതാവേ, ഞങ്ങൾ അങ്ങേ അറിയുമായിരുന്നു തന്നെ ഞങ്ങൾക്ക് തോന്നില്ല പിതാവേ. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം ഞങ്ങളെ മാറ്റി സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു, നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നുവല്ലോ. ഇത്രത്തോളം സ്നേഹിക്കാൻ ഞങ്ങളൊന്നുമില്ല പിതാവേ, ഞങ്ങളേതുമല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ സമയങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ ഒന്ന് പകരണമേ. ആ ഹൃദയത്തിനകത്ത് ആ സ്നേഹത്തെ ഒന്ന് പകരണമേ. ആ സ്നേഹത്തെ ഒന്ന് പകരണമേ. ആ സ്നേഹത്തെ ഒന്ന് പകരണമേ. അദ്ദേഹത്തിന്റെ നിരാശയ്ക്കകത്ത് ആ സ്നേഹത്തെ ഒന്ന് പകരണമേ. കർത്താവേ, സംഭവിക്കേണ്ടതല്ലാത്തത് സംഭവിച്ചു പോയി, പക്ഷെ ഇന്ന് അങ്ങയുടെ സ്നേഹം പൊതിയുമ്പോൾ ആ വ്യക്തി പുതിയതാകുമല്ലോ. അദ്ദേഹം കേൾക്കുന്നത് അബദ്ധത്തിലല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഇൻവൈറ്റ് ചെയ്തിട്ട് ആ വ്യക്തി അത് കേൾക്കുന്നത് ഞങ്ങൾ അറിയുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഒന്ന് പണിയണമേ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ഒടിവുകൾ ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചതവുകൾ ഉണ്ടായേക്കാം. അത് അറിയുന്ന ഏക വ്യക്തി അങ്ങാണല്ലോ യേശുവേ. അങ്ങ് തന്നെ സ്പർശിക്കണമേ. അങ്ങ് തന്നെ സ്പർശിക്കണമേ. വേറെ ആർക്കും സ്പർശിക്കാൻ കഴിയത്തില്ല പിതാവേ. അങ്ങയുടെ മാജിക് ടച്ചിനെ ഒന്ന് തുറന്നു കൊടുക്കണമേ. നാം മുറിക്കാതെ ഏകാന്തതയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തെ അങ്ങ് സ്പർശിക്കണമേ. ആ തളർച്ചയ്ക്കകത്ത് നിന്ന് വിടുവിക്കണമേ. ആ രോഗക്കിടക്കയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവൻ അങ്ങ് എത്രയധികമായി സ്നേഹിക്കുന്നു. അങ്ങ് ഒരിക്കലും രോഗം നൽകാൻ ആഗ്രഹിക്കുന്ന അപ്പനല്ലല്ലോ. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നതിൽ എത്രയധികം നന്മകൾ നൽകുമെന്ന് പറഞ്ഞവനാണല്ലോ അങ്ങ്. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നത്. അങ്ങ് സ്പർശിക്കണമേ. ഇന്ന് നഷ്ടമായ വ്യക്തി അങ്ങ് തൊടണമേ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. പ്രിയ പിതാവേ, ഈ സമയങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ അകത്തോട്ട് വരുവാൻ ആഗ്രഹിക്കുന്ന പൈതലിനെ അങ്ങ് സ്പർശിക്കണമേ. അദ്ദേഹം ഈ സമയങ്ങളിൽ മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത മേഖലയിൽ അങ്ങയുടെ സ്പർശനം ഒന്ന് നൽകണമേ. ആ സ്പർശനം ഈ സമയങ്ങളിലൊന്ന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ അങ്ങ് സ്പർശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവിലോ യോഗ്യതയിലോ അല്ലപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന, മറിച്ച് അങ്ങയുടെ സ്നേഹത്തിലുള്ള കോൺഫിഡൻസിലാകുന്നു. ആ സ്നേഹം ഒരാളെയും പരാജയപ്പെടുത്തിയിട്ടില്ലല്ലോ. ആ സ്നേഹം, പരിപൂർണ്ണ സ്നേഹം എല്ലാ ഭയത്തെയും ബഹിഷ്കരിക്കുന്നതാണല്ലോ. ഇന്ന് ആ സ്നേഹം ഇന്ന് ആ വ്യക്തി
വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്തിരുന്ന് മരണത്തിന്റെ ആ സന്ദേശങ്ങൾ മാറി സ്നേഹത്തിന്റെയും ജീവിതത്തിന്റെയും സന്ദേശങ്ങൾ ഒന്ന് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനാൽ ആ വ്യക്തിയെ പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ആ വ്യക്തിയെ അങ്ങയുടെ സ്നേഹത്താൽ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെക്കാൾ വലുതാകുന്നുവല്ലോ അങ്ങയുടെ സ്നേഹം. അങ്ങയുടെ സ്നേഹം ഇന്ന് ഇറങ്ങുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഈ സമയങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു പിതാവേ, ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്നതും അവിടുന്ന് തന്നെ, പ്രവർത്തിക്കുന്നതും അവിടുന്ന് തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഇന്ന് ആ സ്നേഹം ഇന്ന് ചിലരുടെ ജീവിതങ്ങളിൽ ഇറങ്ങുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. തകർന്ന ജീവിതങ്ങളെ പണിയുന്ന ആ സ്നേഹത്തിനായി നന്ദി പറയുന്നു. തകർന്ന ജീവിതത്തിന്റെ ഇടയിൽ അങ്ങയുടെ സ്നേഹത്തെ പകരുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പകരുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പകരുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ആഗാപ്പെ പകരുന്നതിനായി നന്ദി പറയുന്നു. ആ ആഗാപ്പയെ പകരുന്നതിനായി നന്ദി പറയുന്നു. ആ ആഗാപ്പെ ഇന്ന് അവരുടെ ജീവിതങ്ങളെ വ്യാപരിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. ഗാഢമായ ബന്ധത്തിൽ അങ്ങ് വിളിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ആ സ്വരം കേൾക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്വരം കേട്ടുകൊണ്ട് കർത്താവെ അവർ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനായി നന്ദി പറയുന്നു. ഒരിക്കൽ അങ്ങയുടെ സ്നേഹത്തെ അനുഭവിച്ചിട്ട് ആരെങ്കിലും ഇന്ന് അത് അനുഭവിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പിതാവെ, അങ്ങയുടെ സ്നേഹത്താൽ വീണ്ടും അവരെ റെസ്റ്റോർ ചെയ്തതിനായി നന്ദി പറയുന്നു. അങ്ങ് ഒരിക്കലും അവരെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പിതാവല്ലല്ലോ, ഇന്ന് അങ്ങ് അവരെ സ്നേഹിക്കുന്ന പിതാവാണല്ലോ. ഞങ്ങൾ അറിയുന്ന പിതാവേ, ഞങ്ങൾ അറിയുന്ന അപ്പനെ അങ്ങയുടെ കരങ്ങളിലേക്ക് പിതാവേ, അവരുടെ ആ ജീവിതങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. ഞങ്ങൾ അറിയുന്ന അപ്പനെ പറ്റി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അറിയുന്ന അപ്പൻ സ്നേഹമാകുന്നു. കാരണം പിതാവിൽ അന്ധകാരമില്ലല്ലോ, പിതാവിനകത്ത് സ്നേഹം മാത്രമാണല്ലോ. ഇന്ന് പിതാവേ, ആ സ്നേഹം ഇന്ന് ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവന്റെ മേൽ അതേ സ്നേഹം വ്യാപരിച്ചതിനെ നന്ദി പറയുന്നു. അതേ ക്രൂശിന്റെ സ്നേഹം വ്യാപരിച്ചതിനെ നന്ദി പറയുന്നു. ആ വ്യക്തിക്ക് വേണ്ടി ജീവനെ തന്നെ നൽകുവാൻ തക്കവിധം നീ തയ്യാറായിരിക്കുന്നുവല്ലോ. അത്ര വലിയ സ്നേഹത്തെ വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. നിന്ദയല്ലയോ എന്നെ നടത്തിയത്, എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല. 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 എന്നെ ഇത്ര വലിയ പ്രിവിലേജ് തന്നതിനായി നന്ദി യേശുവേ. അങ്ങേ അപ്പ എന്ന് വിളിക്കുവാൻ, അങ്ങയോട് പറ്റിച്ചേരുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ യോഗ്യതയിലല്ല പച്ച, ഞങ്ങളുടെ കഴിവിലല്ല, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ സ്നേഹത്താൽ. കൈയുടെ ബലത്താലല്ല. നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല. നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല. നിന്ദയല്ലയോ ഞങ്ങൾ ആ ദയയെ തിരിച്ചറിയുന്ന പിതാവേ, അയ്യോ മക്കളല്ലാതിരുന്ന, ഒരു യോഗ്യതയില്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവിധം, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിപ്പാൻ തക്കവിധം അത്ര ദയ കാണിച്ചതിനായി ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ലപ്പ, ഞങ്ങളുടെ യോഗ്യതയല്ലപ്പ, ഞങ്ങളുടെ സ്നേഹം. എന്നെ നടത്തിയത്, ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല. നിന്ദയല്ലയോ എന്നെ നടത്തിയത്, എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല. നിന്ദയല്ല
ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ നടത്തും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല പിതാവേ, കഴിവുകൊണ്ടൊന്നും ഞങ്ങൾ ഇടത്തെത്തിയിട്ടില്ല. ഞങ്ങളുടെ കൃപയല്ലാതെ, ഞങ്ങളുടെ കഴിവല്ല പറ്റ, ഞങ്ങളുടെ കൃപ. ആ കൃപയെ വർണ്ണിക്കാൻ ഞങ്ങൾക്ക് വാക്ക് പോരപ്പ. ഞങ്ങളുടെ പകരക്കാരനായി നഗ്നനായി ഞങ്ങളുടെ പാപശാപ ശിക്ഷകളെ ഞങ്ങളെ സ്വതന്ത്രമാക്കി അങ്ങയുടെ കൃപയാലത്രേ. ഞങ്ങൾ എന്തായിരിക്കും അങ്ങയുടെ കൃപയാലത്രേ. ആ കൃപ സ്നേഹമാണ് ഞങ്ങൾ അറിയുന്നു. ആ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സമയങ്ങളിൽ നിരാശയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളുടെ മേൽ അതേ സ്നേഹം ഒഴുകട്ടെ. വീണ്ടും ഒരു സാധ്യത, വീണ്ടും ഒരു പുതുക്കപ്പെട്ട ജീവിതം, വീണ്ടും ഒരു അഭിഷേകത്തിലുള്ള ഒരു ജീവിതം സാധ്യമാണെന്ന സത്യത്തെ ആ സ്നേഹം വെളിപ്പെടുത്തട്ടെ. ആ സ്നേഹം വെളിപ്പെടുത്തട്ടെ. ഇന്ന് എല്ലാ നിലവാരത്തിലെ ഭയങ്ങളെയും ഈ സ്നേഹത്താൽ എടുത്തു കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹം ഇറങ്ങുമ്പോൾ സകലത് മാറുമല്ലോ. ഇന്ന് ആ സ്നേഹം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പിതാവേ. എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ. കർത്താവേ, ഇത് പാടുന്ന പ്രിയ സഹോദരി അങ്ങ് സ്പർശിക്കണമേ. ഈ സമയങ്ങളിൽ ജോലി മേഖലയ്ക്കകത്ത് ഒരു വഴിയും കാണാതിരിക്കുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന് അങ്ങ് ആരാധിക്കുന്നു ആ മകളെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്രയോ വലുതാണെന്ന് രുചിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ആ വ്യക്തി നിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്നത്. അങ്ങനെ അറിയാത്ത ഒരാൾക്ക് ആരാധിക്കാൻ കഴിയത്തില്ലല്ലോ പിതാവേ. പിതാവേ, അങ്ങയുടെ സ്നേഹത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ തിരിച്ചറിവുകൾ അത് അനേകർക്ക് പകർന്നു കൊടുത്തു. അങ്ങ് അഭിഷേകം ചെയ്തതിനായി നന്ദി പറയുന്നു. അസാധാരണ ശുശ്രൂഷകയായ ആ സ്ത്രീ അങ്ങ് മാറ്റിയതിനായി നന്ദി പറയുന്നു. അതേക്കായി നന്ദി പറയുന്നു. അപ്പന്റെ സ്നേഹത്തിനായി നന്ദി. സ്നേഹത്തിനായി നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല 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 നിന്ദയല്ലയോ എന്നെ. ഞങ്ങൾ പറയുന്ന കർത്താവ്, എല്ലാ മഹത്വവും മാനവും ബഹുമാനവും സ്തുതിയും പുകഴ്ചയും എന്നും എന്നേക്ക് അങ്ങേക്കാകുന്നു. കർത്താവെ, ലോകത്തിൽ വേറൊരാൾക്കും ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയത്തുമില്ല. ഇനി ആർക്കും അങ്ങനെ കഴിയത്തില്ല കർത്താവെ.
സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും അങ്ങേക്ക് തരുന്നു പിതാവേ. ഓ, എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും സ്തുതിയും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ആ സമയങ്ങളിലേക്ക് കർത്താവെ, ആ ആരാധനയിലേക്ക് കയറി നിൽക്കുമ്പോൾ കർത്താവ് അവരുടെ വീടിനകത്ത് അവരിത് കേട്ടുകൊണ്ടിരിക്കുന്നായിരുന്നു. അവർക്കും പറയാൻ ഒന്നേ ഉള്ളപ്പാ, എല്ലാ മഹത്വവും ജ്ഞാനവും ബഹുമാനവും സ്തുതിയും പുകഴ്ചയും എന്നും എന്നേക്ക് ഞങ്ങളുടെ അപ്പനായ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും എല്ലാ മഹത്വവും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും എല്ലാ സ്തുതിയും കർത്താവെ, ദൂതന്മാർ ആരാധിക്കുന്ന ശ്രേഷ്ഠന്മാർ തങ്ങളുടെ കിരീടം അഴിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുകയും അതിന് യോഗ്യനുമായ ഏക വ്യക്തിയായ കർത്താവെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളും പറയുന്നു, എല്ലാ മഹത്വവും എല്ലാ ജ്ഞാനവും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും എല്ലാ ശക്തിയും ബലവും അങ്ങയുടേത് മാത്രം പിതാവേ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും